ഇനി ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത് ഓർഗനൈസർ മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് ഫോൺ ഹോൾഡർ ആയിട്ടും സ്പെറ്റ്സ് ഹോൾഡർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഫോം ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഫോം ബോർഡിന് പകരം ബോർഡോ കട്ടിയുള്ള പേപ്പറോ എന്തുവാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ മാർക്കിങ്സിന് അതിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഗ്രേ കളറാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗ്രേ കളറിന് വേണ്ടി പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്തപ്പം ഏതോ ഒരു കളർ വന്ന്, പിന്നെ ഞാൻ അതൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രൗൺ ആക്കി എടുത്തു. അതിനുശേഷം നമുക്കിതിനെ പൂച്ചക്കുട്ടനാക്കണമല്ലോ. പൂച്ചക്കുട്ടനാക്കാൻ വേണ്ടി ഇതിനെ കണ്ണും മൂക്കൊക്കെ വരയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പെയിൻറ്റ് ബ്രഷ് കാണാനില്ല. നിങ്ങൾക്കും ഉണ്ടോ ഇതേപോലെ? എവിടെ എന്താ വെച്ചതെന്ന് ഒരു ഓർമ്മയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. സിസേഴ്സും അവിടെ കിടക്കണ പുല്ലും ഇറുക്കിലും ഒക്കെ വെച്ച് ഞാൻ എങ്ങനെയൊക്കെയോ പൂച്ചയാക്കി എടുത്തു. പൂച്ചയാണെന്ന് പറയാനും എനിക്കറിയില്ല. ഇതിൽ കാണിക്കും പോലെ എല്ലാ ബോർഡ്സും കറക്റ്റ് മാർക്കിങ്ങിൽ ഒട്ടിക്കുക. ഇനിയാണ് എനിക്കൊരു പണി കിട്ടിയത്. എൻ്റെ ഫോൺ ഓഫായടാ. ഇനിയുള്ള റെക്കോർഡൊന്നും എൻ്റെ റെക്കോർഡർ അല്ല, എൻ്റെ വീഡിയോ ഇല്ല അതിൻ്റെ ഒന്നും. പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു കൂടെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സെയിം സൈസുള്ള ബോർഡ് ഒട്ടിക്കുക. പിന്നെ പൂച്ചയുടെ കാല് ഫ്രണ്ടിൽ ഒട്ടിക്കുക. ബാക്കി ഒരു പീസ് വരുന്നത് പൂച്ചയുടെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് പൂച്ച എന്നൊക്കെ വിളിക്കും, പക്ഷെ നിങ്ങൾ പറയാം ഇത് പൂച്ചയായോ ഇല്ലേ എന്ന്. പെയിൻറ്റ് ബ്രഷ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തെടുത്താണ്. ഈ ഒരു ഓർഗനൈസർ ഭയങ്കര യൂസാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കുക.